ഇടുക്കി കുടയത്തൂരിൽ ടൊവിനോ തോമസ് നായകനാകുന്ന പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സെറ്റിന്റെ അവശിഷ്ടങ്ങൾ മലങ്കര ജലാശയത്തിന്റെ തീരത്ത് തള്ളി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുടയത്തൂർ പഞ്ചായത്ത് നിർമ്മാതാക്കൾക്കെതിരെ 50,000 രൂപ പിഴ ചുമത്തി. പിന്നാലെ JCB ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ സിനിമാ ചിത്രീകരണ സംഘം തന്നെ നീക്കം ചെയ്തു തുടങ്ങി. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന കുടയത്തൂരാണ് ഈ അവസ്ഥയിലായത്. പള്ളിച്ചട്ടമ്പിയുടെ ചിത്രീകരണം പൂർത്തിയായ ശേഷം സെറ്റിനു വേണ്ടി ഉപയോഗിച്ച ആസ്ബറ്റോസ്, സിമന്റ്, തെർമോകോൾ, ജിപ്സം, പ്ലാസ്റ്റിക്, ഇരുമ്പ് ഉൾപ്പെടെയുള്ള മാലിന്യം മലങ്കര ജലാശയത്തിന് തീരത്ത് തള്ളി. പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിച്ചുണ്ടായ മാലിന്യം ജലാശയത്തിൽ കലർന്നു. നൂറുകണക്കിന് ആളുകൾ കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളമാണ് മലങ്കര ജലാശയത്തിലേത്. അതിനടുത്തുകൊണ്ട് മാത്രം തീരെയല്ലോ ഇതിൻ്റെ പ്രശ്നങ്ങൾ. സാധനങ്ങൾ ഷൂട്ടിങ് ചെയ്യുന്നതോടെ അവർ കൊണ്ടുപോകേണ്ടതാണ്. ഇതിനു മുമ്പ് ദൃശ്യം വന്ന് അവരെല്ലാം കുഴിച്ചു മൂടി അതിൻ്റെ സാധനങ്ങളെല്ലാം അവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ അത് മാറ്റേണ്ടതായിരുന്നു. അവരെ ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാശ് മേടിക്കാൻ സർക്കാരുണ്ട്, അതിനെ ബാക്കി നോക്കാൻ അവരാരുമില്ല. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യിപ്പിക്കേണ്ടത് MVIP ആണ്. കുടയത്തൂർ പഞ്ചായത്ത് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് 50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാർ ഏറ്റെടുത്തയാളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം. മലങ്കര ജലാശയം തൊടുപുഴ, മൂവാറ്റുപുഴ ഭാഗങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ്. ഇവിടെ മാലിന്യം തള്ളുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നിരിക്കെ പിഴ ഈടാക്കുന്നതിനൊപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിയമ നടപടി കൂടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.